ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ബിസിനസ് APIയിൽ ഒരു മെസ്സേജ് ഫിൽട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാട്സപ്പ് ബിസിനസ് APIയുടെ മോപ്ലെറ്റിൻ്റെ ഇൻ്റർഫേസിലാണ്. ഇതിൽ മെസ്സേജ് ഓപ്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് റിസീവ് ആവുന്ന കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജസ് എങ്ങനെ ഫിൽട്ടർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഓൾ മെസ്സേജസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനോട് തന്നെ നമുക്ക് ഒരു ക്വിക്ക് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നമ്മൾ വാട്സപ്പ് ചാറ്റ് ബോട്ട് ലാസ്റ്റ് ചാറ്റ് ക്ലോസ് ചെയ്തത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ SLA എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു SLA ഓപ്ഷൻ എന്താണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇത് ബൈ ഡീഫോൾട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓപ്ഷനാണ്. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ സെറ്റിങ്സിൽ നോക്കണമെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ ലൈവ് ചാറ്റ് ഓപ്ഷൻ എടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ SLAയിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വർക്കിംഗ് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ വരെയാണ് ഇതിൻ്റെ സോർട്ട് ഔട്ട് വരുന്നത്. അതുപോലെ തന്നെ 8 AM to 9 AM വരെയാണ് ഇതിൻ്റെ സോർട്ട് ഔട്ട് ടൈം വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഈസി ചെയ്ത് ലാസ്റ്റ് SLA റെസൊല്യൂഷൻ എന്ന് വന്നിട്ട് 7 days ആണ്. ലാസ്റ്റ് 7 days വരെയാണ് കസ്റ്റമർ മാക്സിമം വെയിറ്റ് ടൈമൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഓട്ടോ റിസോൾവ് ആവുന്നത് ഇപ്പോൾ കറൻ്റ്ലി കസ്റ്റമർ പ്രോപ്പറായിട്ട് 7 days ആയിട്ട് നമുക്ക് വേറെ റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ ഓട്ടോ റിസോൾവ് ആയിട്ട് പോകാനായിട്ടൊക്കെ നമുക്കിവിടെ ബൈ ഡിഫോൾട്ട് തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് ഡിഫോൾട്ട് ഫിൽറ്റേഴ്സ് നമുക്ക് വീണ്ടും ഉണ്ട്. ഫിൽറ്റർ മെസ്സേജസ്, അതിൽ സോർട്ട് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് മെസ്സേജ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീസെൻറ്റ് യൂസർ മെസ്സേജ് ഫസ്റ്റ്, അതേപോലെ തന്നെ അൺറീഡ് മെസ്സേജസ്, അതേപോലെ തന്നെ ന്യൂ യൂസർ ഫസ്റ്റ്, അതേപോലെ തന്നെ ഓൾഡ് യൂസർ ഫസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കസ്റ്റമർക്ക് ഇവിടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഏത് ചാനലിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വെബ്സൈറ്റും കണക്റ്റഡ് ആണ്, വാട്സപ്പും കണക്റ്റഡ് ആണ്. ഇതിൽ നമുക്ക് ഫേസ്ബുക്കോ അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചാനലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിലേക്ക് ബോട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചാനൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തത് ഇവിടെ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ്. അപ്പോൾ വെബ്സൈറ്റ് ചൂസ് ചെയ്ത് വെബ്സൈറ്റിലുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് കാണിക്കുന്നുണ്ടാവുക. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൻ്റെ ഡാറ്റ ആയിരിക്കും നമുക്ക് കാണിക്കേണ്ടത്. അത് വെച്ച് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഇതിന് അടുത്ത് കോൺവെർസേഷൻ ക്ലോസിങ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര സമയം കൊണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. ഇവിടെ വീണ്ടും SLAനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് റെസൊല്യൂഷനും അതുപോലെ തന്നെ റെസൊല്യൂഷൻ എല്ലാം നമ്മളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ജോയിൻഡ് ഓൺ എന്നുള്ള ഓപ്ഷൻ, അതായത് ഫ്രം ഇന്ന ഡേറ്റ് ടു അടുത്ത ഡേറ്റ് വരെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ബേസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ, റെസൊല്യൂഷൻ പെൻഡിങ് ഉള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടുന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഇതും ഒരു ക്വിക്ക് ഫിൽട്ടർ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ ഓൾ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സോർട്ട് മെസ്സേജ്, നേരത്തെ കണ്ട സോർട്ട് മെസ്സേജ് ഉണ്ട്. റീസെൻറ്റ് യൂസേഴ്സ്, ന്യൂ യൂസേഴ്സ്, ഓൾഡ് യൂസർ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സേവ്ഡ് ഫിൽട്ടർ ഗ്രൂപ്പ്, അതായത് നമ്മൾ കസ്റ്റമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ കസ്റ്റമാക്കിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള യൂസേഴ്സ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തത്, ബോട്ട് മാത്രം റെസ്പോണ്ട് ചെയ്തിട്ടുള്ള യൂസേഴ്സിന് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു ഫിൽറ്ററിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. ഇതിൽ കറൻ്റ്ലി അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിന് ഒരു ഫിൽറ്ററായിട്ട് നമുക്കിവിടെ സേവ് ചെയ്തിടാനായിട്ട് പറ്റും. അങ്ങനെ സേവ് ചെയ്തിട്ടുള്ളതാണ് ലാസ്റ്റ് ആക്റ്റീവ് ഏജൻറ്റ്സ്, അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും ഇവിടെ ഞാനിവിടെ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് സേവ്ഡ് ഫിൽട്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കസ്റ്റമൈസേഷനാണ് ഇവിടെ സേവ് ആവുന്നത് കേട്ടോ. അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴെ പോയി കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ കണ്ടോ കസ്റ്റം ഫിൽട്ടർ എന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ഫിൽട്രേഷൻ വേണ്ടതെന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ചാനൽ ചൂസ് ചെയ്യാണ്. ചാനലിൽ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ചൂസ് ചെയ്യുന്നു. വാട്സപ്പിൽ വന്നിട്ടുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ മാനേജർ വഴി ആരാണ് മാനേജ് ചെയ്യേണ്ടത്, ശ്രീവാരി മാനേജ് വഴി എന്നുള്ള മാനേജർ യൂസറിൻ്റെ എടുത്തു. ദെൻ ലാസ്റ്റ് മെസ്സേജസ് എന്തായിരിക്കണം, എനിക്ക് ബോട്ടിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ദെൻ സ്റ്റാറ്റസ് കറൻ്റ്ലി
ആക്റ്റീവ് വിത്ത് ബോട്ട് ആണ് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊരു ആഡ് കസ്റ്റം ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ആഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ കോൺവെർസേഷൻ ടൈപ്പ് ന്യൂ ആണ് വേണ്ടത്. കാറ്റഗറി ബൈ ഡിഫോൾട്ട് കിടന്നോട്ടെ. ദെൻ ഇവിടെ ലാസ്റ്റ് 24 hours റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡിൽഡ് ബൈ ആരാണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. റിസോൾവ് ബൈ, ദെൻ ട്രാൻസ്ഫർ ബൈ ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിൽറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഫിൽറ്ററിന് സേവ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു നെയിം കൊടുക്കാം. ഞാനിവിടെ ബോട്ട് ആക്റ്റീവ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാണ്. സേവ് ചെയ്തു, ദെൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോഴാണ് ക്ലിയർ കൊടുത്തു. ഇവിടെ സേവ് ഫിൽറ്റർ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആക്റ്റീവ് ബോട്ട് കസ്റ്റമേഴ്സ്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറൻ്റ്ലി ആക്റ്റീവ് ബോട്ട് കസ്റ്റമർ ലാസ്റ്റ് 24 hours ആക്റ്റീവ് ബോട്ട് കസ്റ്റമറാണ് വേണ്ടത്. ഇപ്പോൾ കറൻ്റ്ലി ഒന്നുമില്ല, അതുകൊണ്ടാണ് നമുക്കിത് വരാത്തത് കേട്ടോ. സോ വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നേരെ പോകാം. ഇവിടെ ക്ലിയർ എന്ന് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ടുള്ളത് നമുക്ക് റിസീവ് ആവും. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ അതാണ് സേവ്ഡ് ഫിൽറ്റർ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് വേണ്ട കസ്റ്റമൈസേഷൻ എടുത്ത് നമുക്കിതുപോലെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അടുത്തെന്ന് പറഞ്ഞു വെച്ചാൽ ചാനലാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഏത് ചാനലിൽ വന്നിട്ടുള്ള ആൾക്കാരെയാണ് ഫിൽറ്റർ ചെയ്യേണ്ടത്. മാനേജർ ബൈ ഇന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ബോട്ടൊക്കെ മാനേജ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ നമുക്ക് വെക്കാം. ഇതിലിപ്പോൾ 3 യൂസേഴ്സ് ഉണ്ട് പറഞ്ഞാൽ 3 യൂസേഴ്സിൻ്റെ നെയിം കാണിക്കും ഇവിടെ ഈ ഡ്രോപ്പ് ഡൗണിൽ. ഇപ്പോൾ കറൻ്റ് ഒരു യൂസർ ഉള്ളൂ, അതുകൊണ്ട് ഒരു യൂസറുടെ മാത്രമാണ് നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് പറ്റുക. ദെൻ ആക്റ്റീവ് ഏജൻറ്റ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഏജൻറ്റ്സ് ഉണ്ട് പറഞ്ഞു വെച്ചാൽ ആ ഏജൻറ്റിൻ്റെ കോൺവെർസേഷൻ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് മെസ്സേജ് ഫിൽറ്റർ ചെയ്യാം. അത് ബോട്ടിൽ നിന്ന് വന്ന മെസ്സേജസ് ആണോ, ഏജൻറ്റിൻ്റെ നിന്ന് വന്നിട്ടുള്ള മെസ്സേജസ് ആണോ, ബ്രോഡ്കാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജ് ആണോ, യൂസറിന് വന്നിട്ടുള്ള മെസ്സേജ് ആണോ, അതിനനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ബോട്ട് കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജസുകളായിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. ദെൻ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ വീണ്ടും പഴയ രീതിയിലേക്ക് അത് മാറി വരും. അടുത്തത് കോൺവെർസേഷൻ ക്ലോസിങ് ടൈമാണ്. അതായത് വിത്തിൻ എത്ര സമയം കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ടതുണ്ട് പറഞ്ഞു വെച്ചാൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ SLA കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം തിങ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ജോയിൻ ഡൗൺ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഫ്രം ഡേറ്റും അതേപോലെ തന്നെ ടു ഡേറ്റും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ആ പർട്ടിക്കുലർ ഡേറ്റിനുള്ളിലുള്ള ഡാറ്റാസ് നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞ് വെച്ചാൽ നമ്മളിപ്പോൾ കറൻറ്റ് സ്റ്റാറ്റസ്, അതായത് ന്യൂ കസ്റ്റമർ ആണോ വേണ്ടത്, ആക്റ്റീവ് വിത്ത് ബോട്ടാണോ, ബോട്ടുമായിട്ട് ആക്റ്റീവ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനാണോ, ആക്റ്റീവ് വിത്ത് ഏജൻ്റ് ആണോ, അതുപോലെ തന്നെ റിസോൾഡ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് പീപ്പിൾസിന് നമുക്ക് ടാഗ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു എൻക്വയറി വന്നു വിചാരിക്കാം. ആ എൻക്വയറി കറൻ്റ്ലി ഇപ്പോൾ ക്ലോസ്ഡ് അല്ല, പെൻഡിങ് ആണ്. എൻക്വയറി എന്ന് പറഞ്ഞാൽ പെൻഡിങ് ആണ്, നമുക്കത് റിസോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പെൻഡിങ് ലിസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ടാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമറെ നമുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ കണ്ടോ, ഈ സൈഡിലായിട്ട് തന്നെ ഒരു ആരോ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇവിടെ ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. ഈ ഒരു ടാഗിൽ കയറിയിട്ട് നമ്മൾ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടാഗിന് വേണ്ടി ഒരു നെയിം കൊടുക്കുക. പെൻഡിങ് ഡീൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു നെയിം കൊടുത്തു, പെൻഡിങ് ഡീൽസ് എന്ന് പറഞ്ഞിട്ട്. തന്നെ ഇതിനെ ആഡ് ചെയ്തു. ഇനി ഞാനിവിടെ ഫിൽറ്ററിൽ പോയതിന് ശേഷം ഇവിടെ ടാഗിൽ പെൻഡിങ് ഡീൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ളത് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നേരെ ഫിൽറ്ററിൽ പോയിട്ട് ഇവിടെ ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ആ ടാഗ്സ് അവിടെ നിന്ന് റിമൂവ്. ഇനിയിപ്പോൾ ഈ കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് ഈ ടാഗ് നമുക്ക് റിമൂവ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ മേ ബി വേണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിൽട്രേഷൻസ് നടക്കുന്നത്.